പാലക്കാട് ബി.ജെ.പി. പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ പിടികൂടി. RSS നിയന്ത്രണത്തിലുള്ള സ്കൂളിന്റെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പരിശോധനയിലാണ് ബി.ജെ.പി. പ്രവർത്തകൻ കല്ലേക്കാട് സ്വദേശി സുരേഷിന്റെ വീട്ടിൽ നിന്ന് സ്ഫോടക ശേഖരം കണ്ടെത്തിയത്. 24 ഡിറ്റനേറ്ററും അനധികൃതമായി നിർമ്മിച്ച 12 സ്ഫോടക വസ്തുക്കളുമാണ് കണ്ടെത്തിയത്. സാജിദ് അജ്മൽ വിവരങ്ങളുമായി ചേരുന്നു. സാജിദ്, ഈ അറസ്റ്റിലായവരുടെ വിവരങ്ങൾ കിട്ടിയോ? ഈ സുരേഷിനെ കുറിച്ച് മാത്രമേ ആരുടെയും അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. സുരേഷിനെ കുറിച്ചുള്ള വിവരം മാത്രമാണ് ഉള്ളത്. മറ്റ് ഈ സി കൃഷ്ണകുമാർ ബി.ജെ.പി. നേതാവ് സി കൃഷ്ണകുമാർ പറയുന്നത് നൌഷാദ് എന്നൊരു വ്യക്തി കൂടി കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ പോലീസ് ഇത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണവും നൽകിയിട്ടില്ല. എന്തായാലും RSSന്റെ ശക്തി കേന്ദ്രമായ മൂത്താന്തറയിലുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സുരേഷിന്റെ വീട്ടിലേക്ക് പോലീസ് എത്തുന്നത്. ഇവിടെ നിന്ന് ആണ് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത്. ഇതിൽ 24 ഇലക്ട്രിക് ഡിറ്റക്ടറും അതോടൊപ്പം തന്നെ അനധികൃതമായി നിർമ്മിച്ച 12 സ്ഫോടക വസ്തുക്കളുമാണ് പിടികൂടിയിട്ടുള്ളത്. ഈ നാടൻ ഭാഷയിൽ പന്നിപ്പടക്കം എന്ന് പറയുന്ന സ്ഫോടക വസ്തുക്കൾ ഇത് തീർത്തും അനധികൃതമായി നിർമ്മിക്കുന്നതാണ്. ഇവയാണ് പിടികൂടിയിട്ടുള്ളത്. ഇതിൽ CPM പോലീസിനെതിരെ കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിൽ പോലീസ് ഈ കേസ് വഴിതിരിച്ചു വിടാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. ഇന്ന് കസ്റ്റഡിയിലായ സുരേഷ് RSSന്റെയും BJPയുടെയും സജീവ പ്രവർത്തകനാണെന്നും CPM ആരോപിക്കുന്നുണ്ട്. എന്നാൽ BJP ഇതെല്ലാം തന്നെ തള്ളിക്കളയുകയാണ്. തങ്ങൾക്ക് ഇതുമായി ബന്ധമില്ല എന്നാണ് പറയുന്നത്. DCC പ്രസിഡന്റും ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉന്നത BJP നേതാക്കളുടെ ബന്ധം കൂടി ഈ സംഭവത്തിൽ അന്വേഷിക്കണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെടുന്നുണ്ട്. ശരി, ഇപ്പോൾ പാലക്കാട് DCC പ്രസിഡന്റ് മാധ്യമങ്ങളോട് സംസാരിക്കും. പിടിച്ച് ജനമധ്യത്തിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ വീണ്ടും പലവഴി ഇനി റെയ്ഡ് നടത്തണം. ഇപ്പോൾ ഈ പിടിച്ചവൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതും കണ്ടത് ഇത് എത്രയോ പിടിക്കാത്ത ആളുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൂടി ഇതിനകത്തുള്ള പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളും അവരുടെ ലക്ഷ്യം എന്താണെന്നും അതെന്താണ് അവരുടെ ഇത് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്, ഞങ്ങൾ പറയുന്ന പോലെ തന്നെ വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ കലക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണോ എന്ന് സംശയമുണ്ട്. ഈ സ്ഫോടക ശേഖരം അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഡിറ്റനേറ്റർ ഉൾപ്പെടെയുള്ള സ്ഫോടക ശേഖരം. എന്നിട്ടും പോലീസ് ആദ്യഘട്ടത്തിൽ പറയുന്നത് പന്നിപ്പടക്കം എന്ന് തന്നെയാണ്. അത് ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഗണേശോത്സവത്തിന് പൊട്ടിച്ചതിന്റെ ബാക്കി പടക്കമാണ് പറഞ്ഞാൽ അത് മഹാകാര്യം, അത് കഴിഞ്ഞു പോയല്ലോ. പക്ഷേ അങ്ങനെ പറഞ്ഞ് പോലീസ് കൈയൊഴിയുന്നത് ശരിയല്ല. അതങ്ങനെ പോയാൽ ഇനിയും ഇവിടെ ധാരാളം സ്ഥലങ്ങളിൽ ഇത് കാണേണ്ടി വരും, അതുപോലെ എന്തെങ്കിലും സംഭവം ഉണ്ടാവേണ്ടി വരും. അപ്പോൾ പോലീസ് ഒന്ന് ശ്രദ്ധയോടുകൂടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, ഞാൻ ഇപ്പോഴും പറഞ്ഞ സുരേഷിൽ ഒതുങ്ങാതെ, ഇപ്പോൾ പിടിച്ച പ്രതികളിൽ ഒതുങ്ങാതെ അത് കൊണ്ടുവന്നിട്ടുള്ള ബാക്ക് പ്രവർത്തിച്ചിട്ടുള്ള ഉന്നതരുടെ പങ്കും അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. BJP കാര്യത്തിൽ കൈയൊഴിയാണ് അവരല്ല, അത് സ്വാഭാവികമല്ലേ. ഇതാ കയ്യിലെടുക്കുക ആളുകൾ. അപ്പോൾ ഒരു കാര്യമുണ്ട്, വേണ്ട BJP കൈ ഒഴിയില്ല. നമ്മൾക്കറിയാമല്ലോ പോലീസിന് സംവിധാനം ഉണ്ടല്ലോ. അപ്പോൾ ഒരു പോലീസുകാരൻ തന്നെ ഞാൻ നിങ്ങളുടെ ചാനലിലൂടെ കണ്ടു, ഇദ്ദേഹത്തിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് അവർ പറയുന്നത് കേട്ടു. അപ്പോൾ ഇതിനകത്ത് ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത്? ഈ സുരേഷിനോ ഈ പിടിച്ച ആളുകളിൽ ഒതുങ്ങാതെ അവരെ കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള ആരെങ്കിലും ഉണ്ടല്ലോ. അപ്പോൾ ആരതിന് പിന്നിലുള്ള വൻ ശക്തികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവരെ കൂടി അന്വേഷിച്ച് പോലീസ് പിടിച്ചു കൊണ്ടുവരിക. നിലവിൽ ഈ കോൺഗ്രസിന്റെ തച്ചമ്പാറ അതല്ല, അത് അവർ തന്നെ പറയും. തച്ചമ്പാറ മണ്ഡലം പ്രസിഡന്റ് താങ്കൾക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണമില്ല. വാങ്ങിയിട്ടാണ് അവിടുത്തെ ആളുകൾ പറയും. ഈ താങ്കൾ വാങ്ങിയാണ് താങ്കൾ ഉൾപ്പെടെ. ശരി, പോലീസ് പിടികൂടിയ കല്ലേക്കാട് സുരേഷ് RSS BJP പ്രവർത്തകനാണെന്ന് CPM. RSSന്റെ ശക്തി കേന്ദ്രത്തിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയതെന്ന് ജില്ലാ സെക്രട്ടറി N. സുരേഷ് ബാബു ആരോപിച്ചു. RSS കേന്ദ്രങ്ങളിൽ റെയ്ഡ് വേണമെന്ന് ആവശ്യപ്പെട്ട സുരേഷ് ബാബു പോലീസിനെതിരെയും രംഗത്തെത്തി. ചില ഉദ്യോഗസ്ഥർ കേസ് ലഘൂകരിക്കാൻ ശ്രമിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ RSSന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചാൽ കാണാമെന്നും ജില്ലാ സെക്രട്ടറി താക്കീത് നൽകി. BJPയുടെയും RSSന്റെയും സജീവ പ്രവർത്തകനായിട്ടുള്ള സുരേഷിന് ഇപ്പോ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് നിരവധി സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള രാസവസ്തുക്കളും എല്ലാ സാമഗ്രികളും അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് കണ്ടെത്തിയിരിക്കുകയാണ്. ആ പ്രദേശവും RSSന് നല്ല സ്വാധീനമുള്ള പ്രദേശമാണ്. അപ്പൊ ഞാൻ മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ RSSന്റെ കേന്ദ്രങ്ങളിലെല്ലാം സ്ഫോടക വസ്തുക്കൾ നിർമ്മാണവും ബോംബ് നിർമ്മാണവും ഇതിലൂടെ മനുഷ്യജീവനുകൾക്ക് അപകടമുണ്ടാക്കുന്ന ഒരു ഭാവി പ്രവർത്തനവും അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്.